കുഴിമന്തി ഹലാലാവാനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ലേ? കുഴിമന്തി ഹലാലല്ല. ഹലാൽ കുഴിമന്തി കഴിച്ച് ഒരു മുസ്ലിം സ്ത്രീ ഫുഡ് പോയിസൺ അടിച്ച് മരിച്ചാൽ ആ സ്ത്രീയുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തുമോ? ഗൈസ്, ചിന്തിക്കേണ്ട വിഷയമാണ്. ആണോ ഹലാലാണോ? കുഴിമന്തി ആണോ കഴിച്ചത്? ഒരു മുസ്ലിം സ്ത്രീ ആണോ? അപ്പോ ഈ സ്ത്രീയുടെ ആത്മാവ് ഇപ്പോൾ സ്വർഗത്തിലെത്തി കാണും. പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു, സന്തോഷിക്കൂ. ഒരു ആത്മാവ് സ്വർഗത്തിലെത്തിയാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? സ്വർഗത്തിലെത്താൻ എന്തൊക്കെ പണികളാണ് ഇവിടെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് അല്ലേ? ഈ ഹലാൽ എന്ന് പറയുന്ന സാധനം ആകാനുള്ള സാധ്യത കൂടുതലാണ്. കുഴിമന്തി കൂടുതൽ ഹലാലായിരിക്കും. അത് മാനേജ്മെന്റ് ഏത് ജാതിക്കാരനോ മതക്കാരനോ ആയിക്കോട്ടെ, അവന് ഈ വക സംഭവത്തിൽ ഒരു ഹലാൽ സാധനം കയറാറുണ്ട്. ഞാൻ ഹോട്ടൽ നോക്കിയാൽ ഇതുവരെ പൂട്ടിപ്പോയ ഫുഡ് പോയിസൺ അടിച്ച മിക്ക ഷവർമ കടയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഹോട്ടലും എല്ലാം ഹലാൽ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്തൊക്കെ ഇനിയും ഇതൊക്കെ ആരെ പറ്റിക്കുന്നത് അല്ലേ? എന്ത് പറഞ്ഞ ഈ പറ്റിക്കുന്നത് അല്ലേ? പിന്നെ ഇമാർക്ക് ബുദ്ധിയുള്ളവനാണ് മനസ്സിലാക്കണം. ഈ ഹലാൽ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു മൃഗത്തെ കൊല്ലുന്നതിൽ വലിയ കാര്യമില്ല തിന്നുന്ന സമയത്ത്. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം. അതൊന്നും മനസ്സിലാകാത്ത ബുദ്ധിയില്ലാത്ത കുറെ മണ്ടന്മാര് ഇത് രണ്ട് വലിയ ഹലാലിനെ പറ്റി അതിന് പറഞ്ഞ് ഉടനെ വന്നിട്ട് നിനക്കത് അറിയത്തില്ല, നിനക്കറിയാത്തതുകൊണ്ടാ അങ്ങനെ വേണം ചെയ്യാൻ, ഇങ്ങനെ വേണം ചെയ്യാൻ എന്നൊക്കെ പറയും. ഒരുപാട് ഹോട്ടലിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൂട്ടിപ്പോയ ഫുഡ് പോയിസൺ കാരണം ആൾക്കാർ മരിച്ചോ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്ത ഹോട്ടലുകൾ എടുത്ത് നോക്കുമ്പോൾ ആ ഹോട്ടലിലൊക്കെ ഹലാൽ ബോർഡ് അവരുടെ മെനുവിലും എല്ലാം ഹലാലിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ എന്താ ചെയ്യുക? സന്തോഷമാണോ? എല്ലാവരും സന്തോഷിക്കുവാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇപ്പം ഇത് ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെങ്കിൽ ഒരു ജിഹാദ്, ഹലാൽ ജിഹാദ് അല്ല, കുഴിമന്തി ജിഹാദ് ആയനെ. സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊരു മുസ്ലിം സ്ത്രീ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ജിഹാദ് ഒന്നും ആകത്തില്ല. പകരം ഈ പറഞ്ഞ സ്ത്രീയുടെ ആത്മാവ് സ്വർഗത്തിൽ ഇപ്പോൾ മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുകയോ അല്ലെങ്കിൽ 72 ഹൂറന്മാരുടെ കുട്ടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്തിനാണോ അത്? എന്തോ അങ്ങനെയൊക്കെ ആയിരിക്കുമോ? എന്തൊക്കെയല്ലേ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും, ഓരോ ഉടായ്പിന്റെ അമ്പറും. എന്നിട്ട് അവസാനം എന്തേ പവനായി ശാപമായി ഒരു തള്ള പാവം അവര് വലിയ കാര്യത്തിൽ പോയി ഫുഡ് കഴിച്ചതാ. ഇതിനകത്ത് ഇതൊന്നും നോക്കിയല്ല ഫുഡ് കഴിക്കണ്ടേ. പോട്ടെ, ഈ ബോർഡും വെച്ച് ഈ ഫുഡ് കൊടുത്ത് ഇവിടെ ഒരു മനുഷ്യനെ കൊന്ന് എത്ര പേര് മരിച്ച്? ഇവന്മാരുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ പഴകിയ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് ലാഭം കൂട്ടാൻ വേണ്ടി, നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം ഒന്നും ഭയങ്കരമായ അമിതമായ ലാഭം ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ഹലാൽ മുതലാളി, അയാളുടെ കുടുംബം, അവരൊക്കെ സ്വർഗത്തിലെത്തുമായിരിക്കും അല്ലേ? അവരൊക്കെ പള്ളി പ്രാർത്ഥിക്കും പോയി നിന്ന് അല്ലോ, ഭയങ്കര നിസ്കാരവും ഭയങ്കര പരിപാടിയൊക്കെ നടത്തിയിട്ട് ഹലാൽ ബോർഡ് വെച്ചിട്ട് ഒരു പന്ന ഫുഡ് കൊടുത്ത ആള്, എന്താല്ലേ അതിനകത്ത് ഒരു നീതി, എന്തായാലും ഒരു ആത്മാർത്ഥത, എന്തായാലും ഒരു സത്യസന്ധത, എന്താ ഒരു വിശ്വാസം. ആ വിശ്വാസിയുടെ ഒരു അന്തസ്, വിശ്വാസം. ഇതൊക്കെ ഇതിനകത്തൊന്നും ഇതൊക്കെ പഠിച്ചില്ലേ നിനക്ക് മൊറാലിറ്റി ഇല്ല. നീ ഒരു കള്ളനായി പോകും, നീ ഒരു കൊലപാതകയായി പോകും. മതമെന്ന് പറയുന്നത് സമൂഹത്തിന്റെ മറ്റേതാണ്, മറിച്ചാണ്. വേറെ ദേശവാസിയോ സമൂഹക്ക മൊറാലിറ്റി എന്താ പറയാ വലിയ മദ്രസ ഹേ, ബൈബിൾ സ്കൂൾ ഹേ, അമ്പലം ഹേ അല്ലേ? എല്ലാ മതവിശ്വാസികൾക്കും ഒരു ഹലാൽ അഭിവാദ്യങ്ങൾ. അപ്പൊ ഇമാതിരി കള്ളത്തരം ഉടായ്പുമായിട്ട് നടക്കുന്ന ആളുകൾ ഒരു ബോർഡ് വെച്ചതിന്റെ പേരിലൊന്നും ആകാൻ പോകുന്നില്ല. അത് ഈ കണ്ട മണ്ടന്മാർക്ക് മനസ്സിലായാൽ മതി. എനിക്ക് ഹലാൽ ബോർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും പ്രശ്നമല്ല. ഇനിയിപ്പോ എവിടത്തെ ഫുഡ് കഴിച്ചാലും അങ്ങനെ ഒരു വിശ്വാസം വെച്ചിട്ടല്ല കഴിക്കുന്നത്, മനസ്സിലായോ? അപ്പോ എനിക്ക് ആ ദുഃഖം ഉണ്ടാകത്തില്ല. എനിക്ക് നരകത്തിൽ പോയാൽ മതിയല്ലോ, സ്വർഗത്തിലോട്ട് പോവുകയും വേണ്ട. അപ്പൊ പിന്നെ ബോർഡുണ്ടോ ബോർഡില്ലേ? ഇനി ഇതിനെ കൊന്നതെങ്കിൽ കോഴിയെ കൊന്നതാണോ, കോഴി ചത്തതാണോ, ആത്മഹത്യ ചെയ്താണോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആ ടെൻഷൻ ഉണ്ടാകത്തില്ല. എന്റെ ആത്മാവിന് വലിയ പ്രശ്നമില്ല. ശരീരത്തിനും ഈ എന്താ പറഞ്ഞ ജീവനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും എന്റെ ആത്മാവ് അവിടെ അത്ര ടെൻഷൻ അനുഭവിച്ചിട്ടല്ല ആത്മാവ് ഈ ഹോട്ടലിൽ കയറുന്നതും ആത്മാവാ ഫുഡ് കഴിക്കുന്നത്. ഓരോരോ ആത്മാക്കളെ കഷ്ടമുണ്ടല്ലേ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? ഞാൻ പണ്ട് ഇതിനെപ്പറ്റി എന്തോ വീഡിയോ ഇട്ടപ്പോൾ എന്നെ കുറെ പേര് കൂട്ടുകാരടക്കം പഠിപ്പിക്കാൻ വന്നത്. ഇവന്മാരോടൊക്കെ എന്ത് പറയാനാണെന്ന് എനിക്കറിയത്തില്ല. അവർ പറയുന്നത് നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. എനിക്കറിയാവുന്ന ഇതൊക്കെയാണ്, എനിക്ക് ഇത്രയേ അറിയത്തുള്ളൂ. അല്ല, എനിക്ക് ഇങ്ങനെ അപ്പുറത്തോട്ട് ചെന്നിട്ട് ഏതോ പുത്തളത്തിൽ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കണം, എന്തോ ബിസ്മി ചൊല്ലണം, കൊല്ലുന്നതിനും അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? വൃത്തിയായിട്ട് ഫുഡ് ഉണ്ടാക്കുക, വളിച്ച സാധനം മറ്റുള്ളവരെ തീറ്റിക്കാതിരിക്കുക. എന്തിനായിട്ടാണെങ്കിലും വളരെ സിമ്പിളാണ്. ഇതിന് ഈ പുസ്തകമൊന്നും ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് ഒരു റിലീജിയസ് ബുക്കും ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്രയും മനസ്സിലാക്കാനൊന്നും ഇതൊന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. അല്ലെ സ്വർഗത്തിൽ മറ്റേത് തരുമെന്ന് പറയാൻ വേണ്ട എന്നോട്. നമ്മളെന്തിനാ ഈ ഒരുത്തിന് എങ്ങനെ കൊടുക്കൂടെ ഈ വളിച്ച ഫുഡൊക്കെ എടുത്തിട്ട്? അല്ലെ എനിക്ക് വേണ്ട അല്ലെ കളയാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇവന്റെ കുറച്ച് എന്തേരാട്ടെ, ഇവൻ തിന്ന് ചത്താലെന്താ? അത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പോലും എത്ര ഇൻസിഡൻസ് ആയി.
പിന്നെ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇനി അത് ചെയ്യുന്നവരുടെ എണ്ണം അവരെ കൂടുതൽ സിവിയർ ആണ് കേട്ടോ. അവരെ കൂടുതൽ ശിക്ഷ സിവിയർ ആക്കേണ്ട കാര്യമുണ്ട്. കാരണം ആദ്യമൊക്കെ ശരിയാ, ചിലപ്പോൾ ഒരു അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, അമിതമായ ഈ പണക്കൊതി, ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നൊക്കെ പറയുന്ന സംഭവം ശരി തന്നെയാ. അവർ ചിലപ്പോൾ ഓർത്ത് കാണോ ഒന്നും പറ്റത്തില്ലായിരിക്കും, അങ്ങോട്ട് കുറച്ചൊക്കെ വളച്ചാലും തിന്നാൽ വലിയ സംഭവം ഒന്നും ഉണ്ടാകുന്നില്ല, ഇളകി തൂറി എന്നൊക്കെ പറഞ്ഞ് വിറ്റ് വയറ്റിലൊരു സുഖം ഇല്ലാന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ച് കാണത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ചെറിയതായിട്ട് പോലും ആൾക്കാർ എന്തെങ്കിലും ചെന്ന് പോയാൽ മരിച്ചു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയും വാർത്തകൾ കേട്ടിട്ട് പിന്നീട് ഇപ്പോഴും ഇത്ര വിശ്വാസികളും മാന്യന്മാരും സമൂഹത്തിലെ മാന്യനായിരിക്കും, ഇവനെ ഈ ഹോട്ടലിന്റെ മുതലാളിയൊക്കെ നല്ല മാന്യനായിരിക്കും. ഇവരൊക്കെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നീയൊക്കെ സ്വർഗത്തിൽ തന്നെ എത്തുവടാ, നീ നായിന്റെ മോനെ, നീ സ്വർഗത്തിൽ എത്തുവടാ നായിന്റെ മോനെ. മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇത് ഒരു ആഹാരം. ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോ അല്ലേ ഒരു ഇച്ചിരി ആഹാരമൊക്കെ മതി, ശരിയാണ്. വിശപ്പടക്കാനല്ലേ എല്ലാവരും നീയും അവരും എല്ലാം ജീവിക്കുന്നത്. ആ വിശപ്പിനകത്ത് കയറി പണി കാണിക്കുന്നവൻ എന്ത് മനുഷ്യനായിരിക്കും അല്ലേ. ഈ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ അധികം അങ്ങനെ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. നല്ല ഹോട്ടലാണെങ്കിൽ, വളരെ മോശം വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാൽ വെജിറ്റേറിയൻ പണിയും കിട്ടാം. പക്ഷേ ചിലർ പറയുന്നത് ശരിയായി കാര്യത്തിലൊക്കെ. അവിടെ ഹലാൽ ബോർഡൊട്ട് ഇല്ല താനും. ഈ ഇറച്ചി സംബന്ധമായ കാര്യങ്ങൾ ഒരുപാട് ദിവസം ഇപ്പൊ കറി ഫ്രിഡ്ജ് വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് അതിനിടയിൽ ഇത് അതുപോലും ചെയ്യത്തില്ല, നല്ലപോലെ റെഫ്രിജറേഷൻ പോലും ചെയ്യാതെ ഇതിനെ എന്നിട്ട് പിന്നെ എടുത്തിട്ട് ഇവന്മാരുള്ള ഫ്ലേവർ എല്ലാം അടിച്ച് കയറ്റി മുളകും കുരുമുളകും ഒക്കെ ഇട്ട് അതിനകത്ത് കുറച്ച് ഉള്ളിയും ചെത്തിയിട്ട് ഒന്നുകൂടെ ഒന്ന് കരിച്ച് പുകച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഈ നാറ്റം മാറും. അത് പാങ്ങളെടുത്ത് തിന്നും. ഇത് ചെയ്യുമ്പോൾ ഈ കുക്കിംഗ് ചെയ്യുമ്പോഴേ എങ്ങനെ പറ്റുന്നതാ ഇതൊക്കെ? സ്വന്തം മക്കൾക്ക് കൊടുക്കും ഇവരിങ്ങനത്തെ ഫുഡ്? ഇവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നവരല്ലേ എല്ലാവരും. അല്ല, അവരുടെ മക്കൾക്ക് ആരും അങ്ങനെ മോശം ഫുഡ് കൊടുക്കാറില്ല, അല്ലെ ഭാര്യ ഭർത്താവിന് കൊടുക്കാറില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എല്ലാം വേണ്ട മകള് അമ്മയ്ക്ക് ഇങ്ങനെ വളിച്ച ഫുഡ് കൊടുക്കുന്നു, അമ്മയെ പറ്റിക്കുന്നു, അങ്ങനെ ആരും ചെയ്യാറില്ല. അതായത് സ്വന്തം കാര്യങ്ങളിൽ ചെയ്യാത്ത ഒരു കാര്യം. അതായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഈ വളിച്ച ഫുഡ് കഴിക്കുന്ന ആളല്ലല്ലോ. അല്ലെ പിന്നെ ഇവര് ചത്തുപോയനെ ആദ്യമേ തന്നെ. ഇത്തിരി ഫുഡ് കഴിക്കുന്ന ആളാണ്, ആ ഹോട്ടലിന്റെ മുതലാളി ആദ്യമേ ഇത് കഴിക്കുന്നു, അയാൾ മരിക്കുന്നു, അങ്ങനെ എല്ലാവരും അറിയാം. വേറെ ഒരാൾ മരിക്കത്തില്ല. ഇതങ്ങനല്ലല്ലോ. അയാൾ നല്ല രീതിയിൽ വീട്ടിലൊക്കെ പോയി കൃത്യമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ വന്ന് തിന്ന് ചാവട്ടെ എന്ന് പറയുന്നൊരു മനുഷ്യന് അതിൽ കൂടുതലൊന്നും ഇതിനകത്തില്ല. അത്രയ്ക്ക് അന്തസ്സില്ലാത്തവന്മാർ അവർ വിശ്വാസികളുമാണ്. അതാണ് രസം. വിശ്വാസികളെ എന്തൊരു വിശ്വാസമാണ് ഇത്. നിങ്ങളെയൊക്കെ ആരും വിശ്വസിക്കത്തില്ല, അതാണ് രസം. ഇപ്പോൾ വിശ്വാസികളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലാത്തവർ ബുദ്ധിയും ബോധവും വെളിവുള്ളവരൊക്കെ ഇത് വിട്ട് ഇപ്പൊ ഈ വിശ്വാസികൾ എന്ന് പറയുന്നവന്മാർ തീരെ ബോധമില്ലാത്തവന്മാരായിട്ട് കുറച്ചെണ്ണം ബാക്കിയുണ്ട്. ഇത് കളയേണ്ട കേസ് തന്നെയാണ്. ഇത് കളയാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ അവർക്കും മറ്റുള്ളവർക്കും അവർക്ക് വലിയ കുഴപ്പമില്ല. അതിൽ ഇവർ ഭയങ്കര സ്വാർത്ഥത പഠിക്കുന്നവരായതുകൊണ്ട് ആർക്കും വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്കെല്ലാം ശല്യമാരെ കൊണ്ട് റോഡിൽ പ്രശ്നം, എന്തിനു ചെയ്ത് അതിനകത്ത് പ്രശ്നം, ചുമ്മാ നടക്കുന്നവരെ വണ്ടയ്ക്ക് കയറി ഇറക്കുന്നവന്മാർ ഇങ്ങനെയുണ്ടോ വിശ്വാസി?